വയനാട്ടിലേക്ക് രാഹുൽ. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം മാറ്റിമറിച്ച് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വയനാട്ടിലേക്ക്. വയനാട്ടിൽ മത്സരിക്കണമെന്ന കെപിസിസിയുടെ നിർദ്ദേശത്തിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഇന്നോ നാളെയോ ഉണ്ടാകും. പിന്മാറി രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി സിദ്ദിഖ് പ്രഖ്യാപിച്ചു. മണ്ഡലത്തിൽ വരിക പോലും ചെയ്തില്ലെങ്കിലും രാഹുൽ ഗാന്ധിയെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രതികരണം. പത്തനംതിട്ടയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ ചൊല്ലി മാത്രം രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ഉമ്മൻചാണ്ടിയാണ് ആ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. പിന്മാറാൻ ടി സിദ്ദിഖ് സമ്മതവും അറിയിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സൗത്ത് ഇന്ത്യയിൽ നിന്ന് മത്സരിക്കണം, അത് കേരളത്തിലെ വയനാട്ടിൽ ഉണ്ടാകണം എന്നുള്ള റിക്വസ്റ്റ് അദ്ദേഹത്തോട് നൽകിയിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ അത്യന്തം സന്തോഷത്തോടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും സ്ഥിരീകരണം. രാഹുൽജി കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഏകകണ്ഠമായി അഭ്യർത്ഥിക്കുന്നു. മൊത്തത്തിൽ കേരളത്തിലെ കോൺഗ്രസുകാർ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കണം, വയനാട്ടിൽ നിന്ന് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. വെറും അഭ്യൂഹങ്ങളാണോ എന്ന് പിന്നെയും സംശയിച്ചവർക്കായി എഐസിസിയുടെ ഭാഗിക സ്ഥിരീകരണം. കെപിസിസിയുടെ നിർദ്ദേശത്തിൽ രാഹുൽ ഗാന്ധി ഉടൻ തീരുമാനമെടുക്കുമെന്ന് വക്താവ് രൺദീപ് സുർജേവാല. കോൺഗ്രസ് പ്രസിഡന്റ് will positively consider it. ഏറ്റവും സന്തോഷത്തോടെയായിരുന്നു ടി സിദ്ദിഖിന്റെ പിന്മാറ്റ പ്രഖ്യാപനം. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ ചുമതല ഏറ്റെടുക്കുമെന്നും സിദ്ദിഖ്. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ ജീവിതത്തിലെ ഏറ്റവും സാർത്ഥകമായിട്ടുള്ള ഒരു മുഹൂർത്തമാണിത്. തൊട്ടുപിന്നാലെ പൂർണ്ണ പിന്തുണയുമായി ഘടകകക്ഷികളെല്ലാം രംഗത്തെത്തി. അദ്ദേഹം അങ്ങനെ വരികയാണെങ്കിൽ ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടായിത്തീരുമെന്ന് ഞാൻ പറയുന്നു. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് രാജ്യത്തെ ഒരു മുൻനിര നേതാവ് മത്സരിക്കാനെത്തുന്നത്. അടിയന്തരാവസ്ഥയിലെ പരാജയത്തിനു ശേഷം മത്സരിക്കാൻ ഇന്ദിരാഗാന്ധി മാവേലിക്കരയും പരിഗണിച്ചെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും തെരഞ്ഞെടുത്തത് കർണാടകത്തിലെ ചിക്കമംഗളൂരു ആയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് സിപിഎമ്മും ബിജെപിയും. ദേശീയ രാഷ്ട്രീയത്തിൽ ബിജെപി വിരുദ്ധചേരി രൂപപ്പെടുമ്പോൾ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാനുള്ള രാഹുലിന്റെ തീരുമാനം എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരായ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന ആവശ്യം സിപിഐ തള്ളി. പരാജയ ഭീതി കൊണ്ടാണ് രാഹുൽ വയനാട്ടിലെത്തിയതെന്നായിരുന്നു ബിജെപി നേതാക്കളുടെ പ്രതികരണം. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവ് എന്തു രാഷ്ട്രീയ സന്ദേശമാണ് നൽകുക എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. കേരളത്തിൽ ബി.ജെ.പിയോട് മത്സരിക്കാനല്ല വരുന്നത്, ഇടതുപക്ഷത്തോട് മത്സരിക്കാനാണ്. ഈ ഒരു നില ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിന്റെ സത്തക്ക് ചേർന്നതാണോ എന്നത് കോൺഗ്രസ് സ്വയം ആലോചിക്കേണ്ട കാര്യമാണ്. സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കാണ് രാഹുലിനെ വയനാട്ടിലെത്തിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. രാഹുൽ ഗാന്ധി അമേത്തി വിട്ട് വയനാട്ടിലേക്ക് വരുന്നു എന്നുള്ളത് ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ തോൽവി സമ്മതിച്ചു എന്നതിൻ്റെ തെളിവാണ്. ഇത് ഗ്രൂപ്പിന് ഉമ്മൻചാണ്ടിക്കെതിരായ ഒരു തിരിച്ചടിയാണ്. അവരുടെ ആത്മവിശ്വാസം കോൺഗ്രസിന് നഷ്ടപ്പെട്ടു എന്നതാണ് അമേത്തിയിൽ നിന്ന് വയനാട്ടിലേക്കുള്ള ഈ സ്ഥാനാർത്ഥിത്വം വ്യക്തമാക്കുന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഹകരിക്കുന്ന CPI വയനാട്ടിലെ മത്സരത്തിൽ നിന്നും പിന്മാറണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. സ്വാഭാവികമായി അവരുടെ ആ തീരുമാനം അവർ പുനഃപരിശോധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഈ വാദം കാനം രാജേന്ദ്രൻ തള്ളി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ LDFും UDFും തമ്മിലാണ് എല്ലാ തിരഞ്ഞെടുപ്പിലും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടിലും ഒന്നിൽ അല്ലേ രാഹുൽ ഗാന്ധി? ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൽ അതീവ സന്തോഷമെന്ന് MI ഷാനവാസിന്റെ പത്നി ജുബീരിയത്ത് ബീവി. കുടുംബസമേതം പ്രചാരണത്തിന് പോകും. മകൾ മത്സരത്തിനില്ലാത്തതിന്റെ ദുഃഖം രാഹുലിന്റെ വരവോടെ മാറിയെന്നും ജുബീരിയത്ത് ബീവി പ്രതികരിച്ചു. N ശ്രീനാഥിന്റെ റിപ്പോർട്ട്. വയനാട് മണ്ഡലത്തെ ഇതിനു മുമ്പ് പ്രതിനിധീകരിച്ചത് ശ്രീ MI ഷാനവാസാണ്. ഒരർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാനായി എത്തുന്നത്. ശ്രീ MI ഷാനവാസിൻ്റെ പത്നി ജുബൈരത്ത് ബീഗം ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഈ സന്തോഷ നിമിഷം പങ്കുവയ്ക്കുന്നു. എന്താണ് തോന്നുന്നത് ഇപ്പോൾ? ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം. സ്ഥാനപിൻഗാമിയായിട്ട് രാഹുൽ വരുന്നത് ഭയങ്കര അഭിമാനമാണ്. ഞങ്ങൾ രാഹുലിൻ്റെ ഇവിടെ ഞങ്ങളുടെ കുടുംബം മൊത്തം എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. എല്ലാ രീതിയിലും ഭയങ്കര അഭിമാനമാണ് ഞങ്ങൾക്ക്. സത്യം
ഇത് അറിഞ്ഞപ്പോഴെന്താണ് തോന്നിയത് പെട്ടെന്ന്? സത്യം ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. ഫസ്റ്റ് ഞാൻ അറിഞ്ഞപ്പോൾ ഭയങ്കര ടി വിയിൽ എഴുതി കാണിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കര സന്തോഷമായി. സാറിന് ഇത്രയും ഞങ്ങൾ ഷാനവാസ് ഇത്രയും ഒരു സ്ഥലത്തല്ലേ സാറ് നിന്നത്. 1,53,500 എത്രയോ കൊണ്ടാണ് സാറ് ജയിച്ചത്. ആ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വരിക എന്ന് വെച്ചാൽ അതിലിപ്പോൾ സന്തോഷം എത്തിയിരിക്കുന്നു ഞങ്ങൾക്ക്. രാഹുലിന്റെ ഭൂരിപക്ഷം അതിലും വർദ്ധിക്കും, എന്താണ് കരുതുന്നത്? വർദ്ധിക്കും, ഉറപ്പ്. ഞങ്ങളുടെ കുടുംബത്തിന് മൊത്തം സപ്പോർട്ട് ഉണ്ടാവും. രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന് പോകുന്നുണ്ടോ? എനിക്കിപ്പോൾ ആഗ്രഹമുണ്ട്, പക്ഷേ സാറോളം പോയിട്ടില്ല, ഇതുവരെ ഞാൻ പോയിട്ടില്ല. പക്ഷേ ഇനി എനിക്കൊന്ന് ആഗ്രഹമുള്ളത് പോയാൽ കൊള്ളാമെന്ന്. കുടുംബസമേതം പോകാനാണോ പരിപാടി? ഉറപ്പ് പോകും, ഉറപ്പായിട്ട് പോകും. ഫസ്റ്റ് വരുമ്പോൾ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഫസ്റ്റ് തന്നെ വരുമ്പോൾ പോയി കണ്ട് അനുഗ്രഹിക്കണം. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി എത്തുന്നതിന്റെ ആവേശത്തിലാണ് വയനാട്ടിലെ UDF പ്രവർത്തകർ. CV അനുമോദിന്റെ റിപ്പോർട്ട്. രാഹുൽ ഗാന്ധിയെ UPAയുടെ വയനാട് മണ്ഡല സ്ഥാനാർത്ഥിയായിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും വയനാട് മണ്ഡലത്തിലെ UDF പ്രവർത്തകർ ഒന്നടങ്കം ആവേശത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, രാഹുൽ ഗാന്ധിയുടെ ഫ്ലക്സ് അടിച്ച് പ്രചാരണത്തിന് ഇവർ തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല, പക്ഷെ അപ്പോഴേക്കും നിങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ വളരെ ആവേശത്തിലാണ്. ഞങ്ങൾ വയനാട് പാർലമെന്റിൽ ജയിച്ചു പോയതിൽ അഭിമാനിക്കുന്നു. ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ നേതാവാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾക്ക് ഇതിനെ കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തിയാണ്. ഈ ആയിരക്കണക്കിന് യുവാക്കൾ, 10,000-കണക്കിനല്ല, ഞങ്ങൾ എത്രയോ യുവാക്കളെ ഞങ്ങൾ അണിനിരക്കിയതുകൊണ്ട് ഞങ്ങൾ റോഡ് ഷോ. ഇതിലെ കോൺഗ്രസ് ആരൊക്കെയുള്ളതിൽ? ഇതിൽ UDF, യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസ് ലീഗിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും എടക്കര ഭാഗത്തുള്ള എല്ലാ പ്രവർത്തകരും ഇവിടെ അണിനിരന്നിട്ടുണ്ട്. നമ്മുടെ വയനാടിന്റെ സുസ്ഥിരമായ വികസനത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് നെഞ്ചൻകോട് റെയിൽപാതയും അതുപോലെ തന്നെ മലയോര ഹൈവേയും എല്ലാം യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യയുടെ കാവൽക്കാരനായിക്കൊണ്ട് മതേതര ഇന്ത്യയുടെ, ജനാധിപത്യ ഇന്ത്യയുടെ, നമ്മുടെ എല്ലാം പോരാളിയായിക്കൊണ്ട് രാഹുൽ ഗാന്ധി മുന്നേറ്റം തുടരുക തന്നെ ചെയ്യും. വയനാട്ടിലേക്ക് എല്ലാവിധ സ്വാഗതവും രാഹുൽ ഗാന്ധിക്ക് ഇന്നിവിടെ അർപ്പിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല, അത് അന്തിമ തീരുമാനം വന്നിട്ടില്ല. ഇനി ഒരുപക്ഷെ മറ്റൊരു തീരുമാനം നിങ്ങൾക്ക് നിരാശ ഉണ്ടായിരിക്കും. ഞങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണയുണ്ട്. KPCCയുടെയും AICCയുടെയും എല്ലാം വക്താക്കൾ അദ്ദേഹം ഈ ഒരു KPCCയുടെ ആവശ്യം അംഗീകരിക്കുകയും വയനാടിന്റെ മണ്ണിലേക്ക് കടന്നു വരികയും ചെയ്യുമെന്നാണ് ഇവിടുത്തെ UDFന്റെ ശക്തരായ എല്ലാവരും, ജനാധിപത്യ വിശ്വാസികളായ എല്ലാ നാട്ടുകാരും പ്രതീക്ഷിക്കുന്നത്. അതിലേക്ക് തന്നെയാണ് കണ്ണും നട്ടുകൊണ്ട് ഞങ്ങൾ ഇരിക്കുന്നത്. ശുഭപ്രതീക്ഷയിലാണ്. വളരെ പ്രതീക്ഷയിലാണ് വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരെല്ലാം തന്നെ, പ്രത്യേകിച്ച് UDF പ്രവർത്തകരെല്ലാം തന്നെ. അനുകൂലമായ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ ഭക്തം ഉണ്ടാവുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. റെക്കോർഡ് ഭൂരിപക്ഷം കേരളം ഇതുവരെ നേടിയതിൽ വെച്ച് ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് നൽകുക എന്നവർ പ്രതീക്ഷ അർപ്പിക്കുന്നു. എന്താണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഔദ്യോഗിക തീരുമാനം വന്നിട്ടില്ലെങ്കിൽ പോലും വലിയ ആവേശത്തിലാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ UDF പ്രവർത്തകരെല്ലാം. എടക്കരയിൽ നിന്നും ക്യാമറമാൻ അഖിലോട്ട് പറക്കൊപ്പം CV അനുമോദ്, News 18. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തുന്നത് അമേഠിയിൽ ജയസാധ്യത ഉറപ്പില്ലാത്തതുകൊണ്ടാണെന്ന ആരോപണമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തമാവുന്നത്. 2014 നരേന്ദ്രമോദി ഗുജറാത്തിലും ഉത്തർപ്രദേശിലും മത്സരിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഈ ആരോപണത്തിന് മറുപടി നൽകുന്നത്. എന്നാൽ 26 സീറ്റുകളുള്ള ഗുജറാത്തിന് പുറമെ 80 സീറ്റുള്ള ഉത്തർപ്രദേശിലാണ് നരേന്ദ്രമോദി മത്സരിച്ചത്. 28 സീറ്റുള്ള കർണാടകം പോലും വേണ്ടെന്നുവെച്ചാണ് 20 സീറ്റുകൾ മാത്രമുള്ള കേരളത്തിലേക്ക് രാഹുൽ എത്തുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ 2 സീറ്റുകളിൽ മത്സരിക്കുന്നതിൽ പുതുമയില്ല. എന്നാൽ അങ്ങനെ മത്സരിച്ചിരുന്നത് പ്രധാനമായും 2 കാരണങ്ങൾ കൊണ്ടായിരുന്നു. ആദ്യത്തേത് സിറ്റിംഗ് മണ്ഡലത്തിൽ ജയസാധ്യത കുറയുമ്പോൾ, രണ്ടാമത്തേത് ഒരു സംസ്ഥാനത്താകെ മാറ്റമുണ്ടാക്കുന്ന നേതൃസാന്നിധ്യം അനിവാര്യമായിരുന്നപ്പോൾ. അടൽ ബിഹാരി വാജ്പേയിയും നരേന്ദ്രമോദിയും സോണിയാഗാന്ധിയും ഇന്ദിരാഗാന്ധിയുമെല്ലാം 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചത് രണ്ടാമത്തെ കാരണം കൊണ്ടായിരുന്നു. ഉത്തർപ്രദേശ് കൂടി പിടിക്കാനായിരുന്നു മോദിയുടെ വാരണാസി മത്സരം. അത് ഫലം കണ്ടു. ദക്ഷിണേന്ത്യയിൽ തരംഗമുണ്ടാക്കാനായിരുന്നു ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും 2ാം സീറ്റായി കർണാടകത്തിൽ മത്സരിച്ചത്. പക്ഷേ ഇപ്പോൾ 2ാം സീറ്റിനായി രാഹുൽ കണ്ടുവച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ഉറച്ച കോൺഗ്രസ് സീറ്റാണ്. ഈ സാഹചര്യത്തിലാണ് അമേഠിയിലെ ജയസാധ്യതയെക്കുറിച്ച് BJP ആരോപണം ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് വയനാട് തെരഞ്ഞെടുത്തതെന്നും കൂടി പറയണം. അവിടെ രക്ഷയില്ലാതെ BJPയോട് മത്സരിച്ച് ഒറ്റപ്പെടുന്നു, തോക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ എന്ത് അനുകൂല ഘടകമാണ് കേരളത്തിലുള്ളത്?
കാരണം ഇവിടെ സഹായിക്കാൻ CPM ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ മുഖ്യശത്രു ആരെന്ന ചോദ്യത്തിനും ഇടയാക്കിയിട്ടുണ്ട്. BJP-യാണ് മുഖ്യശത്രുവെങ്കിൽ കർണാടകത്തിൽ BJP-ക്കെതിരെയായിരുന്നു മത്സരിക്കേണ്ടിയിരുന്നത്. 28 സീറ്റുകളുള്ള കർണാടകത്തിൽ കോൺഗ്രസ് JD സർക്കാരുകൾ ഉണ്ടാക്കിയിട്ടുള്ള അനുകൂല സാഹചര്യം തരംഗമാക്കി മാറ്റാൻ കഴിയുമായിരുന്നു രാഹുലിന്റെ സാന്നിധ്യത്തിന്. ഇതിനെല്ലാം അപ്പുറം CPM-നെയും ഇടതു പാർട്ടികളെയും നേരിടാനാണ് രാഹുൽ തയ്യാറെടുക്കുന്നതെങ്കിൽ കുറഞ്ഞപക്ഷം വടകരയിലെങ്കിലും മത്സരിക്കണമായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരും കുറവല്ല. TJ ശ്രീലാൽ, ന്യൂസ് 18. 2004 തൊട്ട് ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ഇതാദ്യമായാണ് അമേഠിക്ക് പുറമെ മറ്റൊരു മണ്ഡലത്തിൽ കൂടി ജനവിധി തേടുന്നത്. അമേഠിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ സുരക്ഷിത മണ്ഡലമായ വയനാട്ടിൽ രാഹുൽ എത്തുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നത്. അമേഠിയിൽ രാഹുലിന്റെ ഭൂരിപക്ഷം 3 ലക്ഷത്തിനടുത്ത്. 2009 3,70,000. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ നേരിടാൻ BJP ഇറക്കിയത് സ്മൃതി ഇറാനിയെ. വോട്ടെണ്ണുമ്പോൾ ഒരു ഘട്ടത്തിൽ രാഹുൽ പിന്നിലുമായി. ഭൂരിപക്ഷം 1 ലക്ഷമായി കുറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലെ 5-ൽ 4 നിയമസഭാ മണ്ഡലങ്ങളും BJP പിടിച്ചു. ഒരിടത്ത് SP-യും. ഇത്തവണയും രാഹുൽ അമേഠിയിൽ തന്നെ. പിന്നാലെ BJP പട്ടികയും വന്നു. രാഹുലിനെതിരെ സ്മൃതി ഇറാനി. കഴിഞ്ഞ 5 വർഷം രാഹുലിനേക്കാൾ സ്മൃതി ഇറാനിയാണ് അമേഠിയിലെത്തിയതെന്നും അമേഠിക്കായി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നും പ്രധാനമന്ത്രിയും BJP-യും പലവരും പറഞ്ഞു. 5 साल से स्मृति जी ने इतनी मेहनत इस क्षेत्र के विकास के लिए की है. അമേഠിക്ക് പുറമെ രാഹുൽ കർണാടകയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ വയനാടും വടകരയും ഒഴികെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. വയനാടിനായി ഗ്രൂപ്പുകൾ തമ്മിലടി. ഒടുവിൽ T സിദ്ദിഖിനായി ഉമ്മൻചാണ്ടി നടത്തിയ സമ്മർദ്ദം ഫലം കണ്ടു. മറ്റൊരു വഴിക്ക് മുല്ലപ്പള്ളിയും ചെന്നിത്തലയും രാഹുൽ വയനാട്ടിൽ വരണമെന്ന് പലവട്ടം പറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് എണ്ണം പറഞ്ഞ ഉറപ്പുള്ള മണ്ഡലമാണത്. കർണാടകയോടും തമിഴ്നാടിനോടും അതിർത്തി പങ്കിടുന്ന മണ്ഡലം. അപ്പോഴും കുറേ ചോദ്യങ്ങൾ ബാക്കിയാകും. കോൺഗ്രസിന് ഭേദപ്പെട്ട പ്രകടനം നടത്താനാകുന്ന കേരളം എന്തിന് തെരഞ്ഞെടുത്തു? എണ്ണത്തിൽ കൂടുതൽ മണ്ഡലങ്ങളുള്ള കർണാടകയിലോ തമിഴ്നാട്ടിലോ മത്സരിക്കുന്നതല്ലേ ദക്ഷിണേന്ത്യയിൽ നേട്ടമുണ്ടാക്കാൻ നല്ലത്? അമേഠി പേടിച്ച് വയനാട്ടിലെത്തുന്ന പ്രചാരണവും ദേശീയതലത്തിൽ BJP ആയുധമാക്കും. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രനെ BJP പ്രഖ്യാപിച്ചു. ഇതോടെ BJPയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി. മികച്ച വിജയം നേടാനാകുമെന്ന് സുരേന്ദ്രൻ പ്രതികരിച്ചു. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനും ആകാംക്ഷയ്ക്കും വിരാമമായി. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായി സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രനെ BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പ്രഖ്യാപിച്ചു. സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള, ജനറൽ സെക്രട്ടറി MT രമേശ്, കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം എന്നിവരെ തള്ളിയാണ് സുരേന്ദ്രന് കേന്ദ്ര നേതൃത്വം ഹോട്ട് സീറ്റിൽ അവസരം നൽകിയത്. മികച്ച വിജയം നേടാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സുരേന്ദ്രൻ പറഞ്ഞു. വളരെ ശക്തമായിട്ടുള്ള ഒരു വികാരം നിലനിൽക്കുന്ന മണ്ഡലമാണ് പത്തനംതിട്ട. ജാതിയോ മതമോ ഒന്നുമല്ല. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഒരു വികാരം പത്തനംതിട്ടയിലുണ്ട്. BDJS-യുമായി BJP കേന്ദ്ര നേതൃത്വം അവസാനവട്ട ചർച്ചയും നടത്തിയ ശേഷമാണ് സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. RSSന്റെ സമ്മർദ്ദവും സുരേന്ദ്രന് അനുകൂലമായി. സംസ്ഥാനത്തെ 13 മണ്ഡലങ്ങളിലെയും പാർട്ടി സ്ഥാനാർത്ഥികളെ ആദ്യ പട്ടികയിൽ പ്രഖ്യാപിച്ചിരുന്നു. രണ്ടാം പട്ടികയിലും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരുന്നത് നേതാക്കളെയും അണികളെയും നിരാശരാക്കിയതിനു പിന്നാലെയാണ് പുതിയ നടപടി. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ BJP കേന്ദ്ര നേതൃത്വത്തെ ഏറെ കുഴപ്പിച്ചത് പത്തനംതിട്ടയായിരുന്നു. തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കുമൊടുവിൽ K സുരേന്ദ്രൻ കളത്തിലിറങ്ങുന്നതോടെ ശബരീശന്റെ നാട്ടിൽ പോരാട്ടം പൊടിപാറും. ക്യാമറാമാൻ ബിനു ബേസിലിനൊപ്പം KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. BDJS പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ മത്സരിക്കാൻ സമ്മതം അറിയിച്ചു. K സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും മുൻപ് തന്നെ BDJS-യുമായി BJP നേതൃത്വം ധാരണയിലെത്തി. NDAയിൽ ചേർന്നപ്പോൾ നൽകിയ വാഗ്ദാനങ്ങളിൽ പലതും പാലിച്ചില്ലെന്ന തുഷാറിന്റെ പരാതിക്ക് പരിഹാരം കണ്ടെത്തുമെന്ന ഉറപ്പ് നൽകിയതായാണ് സൂചന. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ രാജ്യസഭാ സീറ്റ് എന്ന വാഗ്ദാനം മാത്രം പോരെന്നാണ് BJP നേതാക്കളെ തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചത്.
ബോർഡ് കോർപ്പറേഷൻ ഭാരവാഹിത്വത്തിൽ കൂടി തീരുമാനം വേണം. സുഭാഷ് വാസുവിനെ സ്പൈസസ് ബോർഡ് ചെയർമാനാക്കിയത് മാത്രമാണ് ഇതുവരെയുള്ള നേട്ടം. മറ്റ് സ്ഥാനങ്ങളിൽ കൂടി തീരുമാനമാക്കിയ ശേഷം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാമെന്നായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചത്. ഇതിനോട് BJP നേതൃത്വം അനുകൂല നിലപാടെടുത്ത സാഹചര്യത്തിൽ ഉടൻ പ്രഖ്യാപനമുണ്ടാകും. പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഇത് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും പട്ടിക പ്രഖ്യാപിക്കും. 5 സീറ്റുകളാണ് BDJSന് BJP നൽകിയത്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുകയാണെങ്കിൽ മാത്രം തൃശൂർ വിട്ടു നൽകാമെന്നായിരുന്നു BJP നിലപാട്. ഡൽഹി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയാകാൻ പരിഗണിച്ചെന്ന വാർത്തകളോട് പൊട്ടിത്തെറിച്ച് PJ കുര്യൻ. സ്ഥാനാർത്ഥിയാകണമെങ്കിൽ കോൺഗ്രസിൽ തന്നെ ആകാമായിരുന്നുവെന്ന് PJ കുര്യൻ ന്യൂസ് 18നോട് പറഞ്ഞു. നേരത്തെ ഉപരാഷ്ട്രപതി പദം വരെ വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ ആരും സമീപിച്ചിട്ടില്ലെന്നും കുര്യൻ പറഞ്ഞു. എന്തോ തോന്നിവാസമായി ചോദിക്കുന്നത്? ഞാൻ കോൺഗ്രസ്സുകാരെ തുടരുകയല്ലെന്ന് എവിടെയെങ്കിലും പറഞ്ഞു. പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയായി PJ കുര്യൻ എത്തുന്നുവെന്ന വാർത്തയോടാണ് ഈ രോഷപ്രകടനം. താൻ BJPയിൽ പോകുന്നു എന്ന വാർത്ത മാധ്യമ സൃഷ്ടിയാണെന്ന് PJ കുര്യൻ തീർത്തു പറയുന്നു. നേരത്തെ BJPയിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനമായിരുന്നു അത്. അത്രയും ഉയർന്ന സ്ഥാനമായിട്ട് പോലും നിഷേധിച്ചു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനതിന് തയ്യാറായില്ല. ഞാൻ ആ ഓഫർ സ്വീകരിച്ചു. കോൺഗ്രസുമായി ഇടഞ്ഞു നിന്നിരുന്ന PJ കുര്യനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം BJP നടത്തിയിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് നേതൃത്വം കുര്യനെ അനുനയിപ്പിച്ചതായാണ് സൂചന. പത്തനംതിട്ടയിൽ PJ കുര്യൻ BJPയുടെ സ്ഥാനാർത്ഥിയാകില്ല എന്ന വളരെ ശക്തമായ നിലപാട് അദ്ദേഹം തുറന്നു പറയുകയാണ്. ക്യാമറമാൻ ലിബിൻ ഗൗമനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18. കേരളത്തിൽ ഒരു ബൂത്തിൽ പോലും കോൺഗ്രസുമായി BJPക്ക് സഖ്യമില്ലെന്ന് കുമ്മനം രാജശേഖരൻ. വടകരയിലെന്നല്ല ഒരിടത്തും കോലിബി സഖ്യമില്ല. കേരളത്തിന് പുറത്ത് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നത് CPM ആണ്. ഇത് മറച്ചുവെക്കാനാണ് വ്യാജ പ്രചാരണം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് 18ന്റെ വരികൾക്കിടയിൽ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കുമ്മനം രാജശേഖരൻ. സഖ്യം ഉണ്ടാക്കിയ ആൾക്കാർ മറ്റൊരു ആൾക്കാർ ഇപ്പോൾ ധാരണ ഉണ്ടാക്കുന്ന ആരോപിക്കാൻ എന്താ അവർക്ക് അവകാശം? സഖ്യം ഉണ്ടാക്കിയ ആൾക്കാർ തോളത്ത് കൈയിട്ടുകൊണ്ട് ഒരു സ്ഥലത്ത് നിൽക്കുകയും ഇവിടെ വന്ന് ശത്രുക്കളാണ് എന്ന് അഭിനയിക്കുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ വഞ്ചനയും തട്ടിപ്പും വേറെ ഉണ്ടോ? ഇവിടെ എന്ത് ധാരണയുള്ളത്? മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ഒരു വടകര എന്നല്ല ഒരിടത്തുമില്ല. ഇവിടുത്തെ ഒരു നിയോജകമണ്ഡലത്തിനല്ല, ഇവിടുത്തെ ഒരു വാർഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൂത്തിൽ പോലുമില്ല. കുമ്മനം രാജശേഖരനുമായി ന്യൂസ് 18 അസോസിയേറ്റ് എഡിറ്റർ ശരത് ചന്ദ്രൻ നടത്തുന്ന അഭിമുഖം നാളെ രാവിലെ 9-നും രാത്രി 9 മണിക്കും. യെദ്യൂരപ്പയുടെ ഡയറി പ്രചാരണ വിഷയമാക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഒരുങ്ങുമ്പോഴും പ്രതികരിക്കാതെ കർണാടക PCC നേതൃത്വം. ഡയറിയുടെ പകർപ്പ് സൂക്ഷിച്ചിരുന്ന DK ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമായ മറുപടി പറയാതെ ഒഴിയുകയാണ്. ആദായ നികുതി കേസുകൾ നേരിടുന്ന ശിവകുമാറിനെ ലക്ഷ്യം വെച്ച് BJP നീക്കങ്ങൾ നടത്തുന്നതാണ് തണുത്ത പ്രതികരണത്തിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. യെദ്യൂരപ്പ 2011 മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതാണെന്നും 2014 വരെ കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് നടപടിയെടുക്കാത്തത് എന്താണെന്നുമാണ് BJPയുടെ ചോദ്യം. ഡയറിയുടെ പകർപ്പ് കിട്ടിയിട്ടും അന്വേഷണം നടത്താതിരുന്ന കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന്റെയും നടപടികൾക്കെതിരെ വിമർശനമുയർന്നിട്ടുണ്ട്. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പ്രതി പിടിയിൽ. ചെർപ്പുളശ്ശേരി സ്വദേശി പ്രകാശനാണ് അറസ്റ്റിലായത്. ഇയാളെ DNA പരിശോധനയ്ക്ക് വിധേയനാക്കും. പെൺകുട്ടിയുടെ രഹസ്യമൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ കടുത്ത പ്രതിഷേധമുയർത്തിയ സാഹചര്യത്തിലാണ് വസ്തുതാ പരിശോധന പൂർത്തിയാക്കും മുൻപേ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഓച്ചിറയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ രാജസ്ഥാനി പെൺകുട്ടിയെയും പ്രധാന പ്രതിയെയും ഇനിയും കണ്ടെത്താനാകാതെ പോലീസ്. അന്വേഷണം ബംഗളൂരുവിന് പുറമെ മഹാരാഷ്ട്രയിലേക്കും വ്യാപിപ്പിച്ചു. പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആരോപിച്ചു. രാജസ്ഥാൻ നാടോടി കുടുംബത്തിലെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇന്ന് 6 ദിവസം. പെൺകുട്ടിയെയും പ്രധാന പ്രതി റോഷനെയും ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇവർ ബംഗളൂരുവിലേക്ക് കടന്നെന്നാണ് പോലീസിന് ലഭിച്ച ആദ്യ സൂചന. 2 സംഘം അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പും ലഭിച്ചില്ല. തുടർന്നാണ് മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയത്. വനിതകൾ ഉൾപ്പെടുന്ന പ്രത്യേക ഷാഡോ സംഘത്തെയും പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ പരാജയപ്പെട്ട പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആരോപിച്ചു. പരാതിയുമായി ചെന്നവരെ കേക്ക് പോലും ചെയ്യാതെ തിരിച്ചയക്കുക. നമ്മുടെ നാട് എങ്ങോട്ടാ പോകുന്നത് മുഖ്യമന്ത്രി ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിലെ കുട്ടിയെ എത്രയും വേഗം കണ്ടെത്തി തിരിച്ചു കൊടുക്കുകയും. പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ അനാസ്ഥയാണെന്ന് ആരോപിച്ച്
കൊല്ലം DCC നടത്തിയ 24 മണിക്കൂർ പ്രതിഷേധ കൂട്ടായ്മയുടെ സമാപനം ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു ഉപവാസം. ന്യൂസ് 18 കൊല്ലം. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലും പെരുമ്പാവൂർ ബഥേൽ സുലോക്ക പള്ളിയിലും യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗം തമ്മിൽ വീണ്ടും സംഘർഷം. പ്രാർത്ഥനയ്ക്കായി മാർത്തോമ ചെറിയ പള്ളിയിലെത്തിയ ഓർത്തഡോക്സ് വിഭാഗം റംബാൻ എതിർ വിഭാഗത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങി. കോടതി വിധി നടപ്പാക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് പെരുമ്പാവൂർ പള്ളിയിലെ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ തീരുമാനം. മലങ്കര സുറിയാനി വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മർത്തോമ ചെറിയ പള്ളിയിൽ മാസങ്ങൾക്കുള്ളിൽ 3ാം തവണയാണ് സംഘർഷാവസ്ഥയുണ്ടാകുന്നത്. പ്രാർത്ഥന നടത്താനുള്ള കോടതി അനുമതിയുമായി ഓർത്തഡോക്സ് വിഭാഗം റംബാൻ എത്തിയതായിരുന്നു പ്രതിഷേധത്തിന്റെ കാരണം. തോമസ് പോൾ റംബാനെ യാക്കോബായ വിശ്വാസികൾ തടഞ്ഞു. അമ്മയുടെ ഓർമ്മദിനമായതിനാൽ പ്രാർത്ഥനയ്ക്കായാണ് എത്തിയതെന്നും വിധി നടപ്പാക്കാൻ വീണ്ടും കോടതിയെ സമീപിക്കുമെന്നും റംബാൻ വ്യക്തമാക്കി. എൻ്റെ മാതാവിൻ്റെ 1ാമത്തെ ചരമവാർഷിക ദിനമാണിന്ന്. ഞാനിവിടെ എൻ്റെ അമ്മയുടെ ശവസംസ്കാരം നടത്തിയതിന് ശേഷം ഈ പള്ളിയിലൊന്ന് വരുന്നതിനോ മാതാവിൻ്റെ കുഴിമാടത്തിൽ പോകാനോ ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഓർത്തഡോക്സ് വിഭാഗം പള്ളിക്കുള്ളിൽ പ്രവേശിച്ചതാണ് പെരുമ്പാവൂർ ബദേൽ സുലേക്കോ പള്ളിയിലെ സംഘർഷാവസ്ഥയ്ക്ക് കാരണം. ഇരുവിഭാഗവും പള്ളിക്ക് മുന്നിൽ പ്രാർത്ഥനയുമായി പ്രതിഷേധിച്ചു. യാക്കോബായ സഭയ്ക്കാണ് പള്ളിയിൽ നിലവിൽ അവകാശമെന്നും അത് വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്നും സഭാവൈദികർ പറയുന്നു. നിങ്ങൾ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും 5 പൈസ ഇതിനൊരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ചോദിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങി കൊടുക്കാം. കോടതി വിധി പ്രകാരം ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളിക്കുള്ളിൽ പ്രവേശിക്കാമെങ്കിലും ഇരു പള്ളികളും യാക്കോബായ സഭയ്ക്ക് കീഴിലായതിനാൽ അവരിത് അംഗീകരിക്കുന്നില്ല. ന്യൂസ് 18 കൊച്ചി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വ്യാജരേഖാ വിവാദത്തിൽ ഫാദർ ജോബി മപ്രക്കാവിലിനെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഇടവക വൈസ് ചെയർമാൻമാരുടെ യോഗം ആവശ്യപ്പെട്ടു. ബിഷപ്പ്മാർ ജേക്കബ് മനത്തോടത്തിനും ഫാദർ പോൾ തേലക്കാടിനുമെതിരെ പരാതി നൽകിയത് മപ്രക്കാവിലാണ്. പരാതി കനോനിക നിയമങ്ങളുടെ ലംഘനമാണെന്നും അതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും യോഗം കുറ്റപ്പെടുത്തി. അതേസമയം സീറോ മലബാർ സഭയിലെ ഭൂമി വിവാദത്തിൽ FIR തിരുത്തണമെന്നാവശ്യപ്പെട്ട് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അപേക്ഷ നൽകി. ബിഷപ്പ് ജേക്കബ് മനത്തോടത്തെയും ഫാദർ പോൾ തേലക്കാടിനെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് അപേക്ഷ.